ജീവിതത്തിലെന്ന പോലെ സാമൂഹിക ഉത്തരവാദിത്വം നിറവേറ്റുന്നതിനും ലിൻഡോയും ആതിരയും ഒറ്റ മനസ്സോടെ ചേർന്നു നിന്നപ്പോൾ പിറന്നത് ഒരു അപൂർവത. മരണാനന്തരം മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറാൻ ഭാര്യ ഭർത്താക്കന്മാർ ഉൾപ്പെടെ 7 പേരാണ് ഒരുമിച്ച് സമ്മതപത്രം നൽകിയത്. പൂവത്തൂർ PK കോരു മാസ്റ്റർ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ സമ്മതപത്രം നൽകിയവർക്കുള്ള ID കാർഡുകളടക്കം വിതരണം ചെയ്തു. രാഷ്ട്രീയം എന്നത് വീടിന് പുറത്ത് ചെരുപ്പ് ഊരി വെക്കുമ്പോൾ കൂടെ ഊരി വെക്കേണ്ട ഒന്നല്ല എന്ന് ബോധ്യമുള്ള 7 പേരാണ് മരണാനന്തരം മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറാൻ സമ്മതപത്രം നൽകിയത്. അതിൽ ശ്രദ്ധേയമായത് ലിൻഡോ വീട്ടിയുടെയും ആതിര ഉണ്ണിയുടെയും തീരുമാനം തന്നെ. ഇരുവരും ജീവിതപാതയിലെ സഹയാത്രികരാണ്. മരണാനന്തരം മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറാൻ 7 പേർ ഒന്നിച്ച് സമ്മതപത്രം നൽകുന്നത് അപൂർവമാണ്. മരണാനന്തരം മൃതദേഹം മെഡിക്കൽ കോളേജ് വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിനിടയിൽ നിരവധി അവ്യക്തതകളും തെറ്റിദ്ധാരണകളും നിലനിൽക്കുന്നതിനിടെയാണ് നാടിന് മാതൃകയായി 7 CPM നേതാക്കൾ ഇത്തരത്തിൽ സമ്മതപത്രം കൈമാറിയത്. CPIM മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ്, ചിറ്റാറ്റുകര ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ AC രമേശ്, PK രമേശ്, CPIM അംഗങ്ങളായ MR രാജു, KS ശ്രീനിവാസൻ എന്നിവരാണ് സമ്മതപത്രം നൽകിയ മറ്റു 5 പേർ. പൂവത്തൂർ PK കോരു മാസ്റ്റർ ഹാളിൽ വെച്ച് മാനുഷം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സംഘടിപ്പിച്ച ചടങ്ങിൽ വെച്ച് സമ്മതപത്രം നൽകിയവരുടെ ID കാർഡുകൾ വിതരണം ചെയ്തു. തൃശൂർ മെഡിക്കൽ കോളേജ് അനാട്ടമി വിഭാഗം മേധാവി പ്രൊഫസർ സതീദേവി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. CPIM ചിറ്റാറ്റുകര ലോക്കൽ സെക്രട്ടറി BR സന്തോഷ് അധ്യക്ഷത വഹിച്ചു. അനിൽ പരക്കാട് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. PG സുബിദാസ്, PA ഷൈൻ, TC മോഹൻ, CF രാജൻ, NB ജയ, ചെറുപുഷ്പൻ ജോണി, PM അബു എന്നിവർ സംസാരിച്ചു. കൈരളി ന്യൂസ്, തൃശൂർ.